നമ്മുടെ രാജ്യത്തിന്റെ പൊതുകടം എത്രയെന്ന് അറിയാമോ? നടപ്പ് സാമ്പത്തിക വർഷം അത് 197.18 ലക്ഷം കോടിയാണ്. തൊട്ടടുത്ത വർഷം ഇത് 214.82 ലക്ഷം കോടിയായി ഉയരുകയും ചെയ്യും. ഇത്രയും ഭീമമായ സാമ്പത്തിക ബാധ്യത നമ്മുടെ രാജ്യം എങ്ങനെ പരിഹരിക്കും? അതിനായി എന്തെങ്കിലും മാന്ത്രിക വിദ്യ നമ്മുടെ ഭരണകർത്താക്കൾക്കുണ്ടോ? अंडमान एक ऐसी धरती है जहां पानी, प्रकृति, पर्यावरण, पुरुषार्थ, पराक्रम, परंपरा, पर्यटन, प्रबोधन और प्रेरणा सब कुछ है. തീർച്ചയായും ഉണ്ട്. ഒരുപക്ഷെ ഈ ബാധ്യതയിൽ നിന്ന് വലിയൊരളവ് വീട്ടാനും നമ്മുടെ രാജ്യത്തെ ലോക സമ്പദ് വ്യവസ്ഥയുടെ പതാകവാഹകരിൽ ഒന്നാക്കി മാറ്റാനും പര്യാപ്തമായ ഒന്ന്. അതെ, ആ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അങ്ങ് ആൻഡമാനിലാണ്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. രാജ്യത്തിന് ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സമുദ്രമന്ഥൻ മിഷന്റെ ആദ്യ ഫലസൂചന കൂടിയാണ് ആൻഡമാനിൽ നിന്നുള്ള ഈ ശുഭവാർത്ത. അവിടെ പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ സൃഷ്ടിച്ച ശ്രീ വിജയപുരം 2-3 പര്യവേഷണ കിണറുകളിൽ ഉന്നത ഗുണനിലവാരമുള്ള വൻതോതിലുള്ള പ്രകൃതിവാതക നിക്ഷേപം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയിൽ വൻ ക്രൂഡ് ഓയിൽ നിക്ഷേപത്തിനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നു. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും വിലയിരുത്തലനുസരിച്ച് ആൻഡമാനിലെ വികസനങ്ങളും ഇന്ധനശേഖരവും രാജ്യത്തെ $20 ട്രില്യൺ മൂല്യമുള്ള ഒരു വൻ സാമ്പത്തിക ശക്തിയാക്കി വളർത്തും. ഇതുവരെ അളവ് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത വൻതോതിലുള്ള പ്രകൃതിവാതക നിക്ഷേപം എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ആൻഡമാനിലെ ശ്രീ വിജയപുരം 3-ാം നമ്പർ പര്യവേഷണ കിണറിലെ പ്രകൃതിവാതക നിക്ഷേപത്തെ വിശേഷിപ്പിച്ചത്. ഇതിനു തൊട്ടുമുമ്പ് ശ്രീ വിജയപുരം 2 കിണറിലെ പര്യവേഷണത്തിൽ 87% മീഥേൻ അടങ്ങിയ ഉയർന്ന ഗുണനിലവാരമുള്ള പ്രകൃതിവാതകം കണ്ടെത്തിയിരുന്നു. അതിനാൽ ഈ 3-ാമത്തെ കിണറിലെയും വാതകത്തിന്റെ ഗുണമേന്മ മികച്ചതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ അടിച്ചിരിക്കുന്നത് ബമ്പർ ലോട്ടറിയാണെന്ന ഏകദേശം ധാരണയായി കഴിഞ്ഞു. ഇക്കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. കണ്ടെത്തിയ വാതകത്തിന്റെ കൃത്യമായ അളവ്, അതിന്റെ വാണിജ്യപരമായ മൂല്യം, രാസഘടന എന്നിവ വിശദമായി പഠിക്കുന്നതിനായി വാതക സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പഠനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ നിക്ഷേപത്തിൽ നിന്നുള്ള എത്രത്തോളം വാതകം വാണിജ്യാടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്നതിൽ വ്യക്തത വരും. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം ആഘോഷം തുടങ്ങാമെന്ന് ചുരുക്കം. ആൻഡമാനിൽ വലിയ തോതിലുള്ള ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ടെന്നാണ് അനുമാനമെങ്കിലും നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പ്രകൃതിവാതക നിക്ഷേപം മാത്രമാണ്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ഇവിടെ നിന്നും ക്രൂഡ് ഓയിൽ കൂടി കിട്ടിയാൽ നേരത്തെ കിട്ടിയ ബമ്പർ സൂപ്പർ ബമ്പർ ലോട്ടറിയായി മാറും. അതിനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഈ മേഖലയിൽ ഹൈഡ്രോ കാർബണുകളുടെ ശക്തമായ സാന്നിധ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധാരണയായി പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന മേഖലകളിൽ ആഴത്തിലുള്ള പാറക്കെട്ടുകൾക്കിടയിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആൻഡമാനിലെ കൂടുതൽ ആഴക്കടൽ മേഖലകളിൽ ONGCയും പര്യവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ശുഭവാർത്ത ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കടലിന്റെ വലിയ ആഴങ്ങളിൽ നിന്ന് എണ്ണയും വാതകവും പുറത്തെടുക്കാൻ അത്യന്താധുനിക സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഇതിനായി പെട്രോബ്രാസ്, ടോട്ടൽ എനർജീസ്, BP, ഷെൽ തുടങ്ങിയ ലോകോത്തര ഊർജ കമ്പനികളുമായി ONGCയും ഓയിൽ ഇന്ത്യയും ചർച്ചകൾ നടത്തുകയാണ്. ആൻഡമാൻ ബേസിന്റെ ഉയർന്ന സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ എണ്ണ ബ്ലോക്കുകൾ ലേലം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൂർണ്ണ ഉൽപ്പാദനം ആരംഭിക്കാൻ ഏകദേശം 10 വർഷത്തോളം സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് ഏകദേശം 2035-2036 വരെ നാം കാത്തിരിക്കണം. നിങ്ങൾക്ക് തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയുടെ കാര്യം അറിയാമോ? 1960 മുതലാണ് അവിടെ ക്രൂഡ് ഓയിൽ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി ആരംഭിച്ചത്. കരയിലും കടലിലും നടത്തിയ ആദ്യകാല പര്യവേഷണങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നു. ഒടുവിൽ അമേരിക്കൻ കമ്പനിയായ എക്സോൺ മൊബിൽ 2008 രംഗത്തെത്തിയതോടെ കളി മാറി.
അതുവരെ നടന്ന 46 ശ്രമങ്ങൾക്കൊടുവിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായി. തീരത്ത് നിന്ന് 120 മൈൽ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്റ്റോബ്രോക്ക് ലിസ 1 എന്ന പര്യവേഷണ കിണർ 2015 മെയ്യിൽ എണ്ണ ചുരത്താൻ തുടങ്ങി. ഈ പ്രദേശത്ത് തന്നെ 30ഓളം പുതിയ കിണറുകൾ കൂടി സ്ഥാപിച്ചു. 11.6 ബില്യൺ ബാരൽ ഉന്നത നിലവാരമുള്ള ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ഓയിൽ ഇവിടെ ഉണ്ടെന്നാണ് അനുമാനം. 2019 ഡിസംബർ മുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിക്കുകയും ഗയാന ലോകത്തെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ പട്ടികയിലെ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തു. വെറും 8 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചു രാജ്യം ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ആഗോള സാമ്പത്തിക ശക്തിയായി ഉയർന്നു. ആൻഡമാനെ ഇന്ത്യയുടെ ഗയാന ആകാൻ സാധ്യതയുള്ള ഇടമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി വിശേഷിപ്പിച്ചത്. ആൻഡമാൻ ബേസിനിലും ഒന്നിലധികം ഗയാനകൾക്ക് തുല്യമായ എണ്ണശേഖരം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഭൗമശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗയാനയിലെ ഓഫ്ഷോർ മേഖലയായ സ്റ്റോബ്രോക്ക് ബ്ലോക്കിന് സമാനമായ തന്ത്രപ്രധാനമായ ഭൗമഘടനയാണ് ആൻഡമാൻ കടലിനടിയിലും ഉള്ളത്. നമ്മുടെ രാജ്യത്ത് പ്രതിദിനം 189 മില്യൺ മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ആവശ്യമുണ്ട്. ഇതിന്റെ പകുതിയോളം ദ്രവീകൃത പ്രകൃതിവാതകമായി നാം ഇറക്കുമതി ചെയ്യുകയാണ്. ഈ ഇനത്തിൽ പ്രതിവർഷം രാജ്യത്തിന് ചെലവ് $13 ബില്യൺ. കൂടുതലും വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ പ്രകൃതിവാതകത്തിന്റെ ലഭ്യത ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വീടുകളിൽ പൈപ്പ് ലൈനുകൾ വഴി ഗ്യാസ് വിതരണം സാർവത്രികമാകുന്നതോടെ ഈ വാതകം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. അതായത് രാജ്യത്തിന്റെ ഭാവികാല ആവശ്യം നിറവേറ്റാൻ ആൻഡമാൻ നിർണായക പങ്കുവഹിക്കും. പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡാണ് ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറി ഈ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത്. കടലിൽ 355 മീറ്റർ ആഴമുള്ള ഭാഗത്ത് ഏകദേശം 1900 മീറ്ററിലധികം താഴ്ചയിലേക്ക് ഖനനം നടത്തിയാണ് വാതക സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ആൻഡമാനിലെ ആഴക്കടൽ മേഖലയിൽ ONGCയും പര്യവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമുദ്രമന്ഥൻ പദ്ധതിയാണ് നമ്മുടെ എണ്ണ പര്യവേഷണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജവും ദിശാബോധവും നൽകിയത്. ഐതിഹ്യ കഥകളിലുള്ള പാലാഴി മഥനത്തിലൂടെ അമൂല്യമായ സമ്പത്തുക്കൾ ഉയർന്നു വന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമുദ്രമേഖലയിൽ ഒളിഞ്ഞിരിക്കുന്ന അമൂല്യ സമ്പത്തുകൾ കണ്ടെത്തുകയാണ് സമുദ്രമന്ഥൻ പ്രൊജക്ട് ലക്ഷ്യമിടുന്നത്. ക്രൂഡ് ഓയിലും പാചകവാതകവും അടക്കം ഊർജ ഇറക്കുമതിക്കായി രാജ്യം പ്രതിവർഷം 12 ലക്ഷം കോടിയിലധികം രൂപ ചെലവാക്കുന്നു എന്നാണ് കണക്ക്. സമുദ്രമന്ഥൻ പദ്ധതിയിലൂടെ പുതിയ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്താനാണ് ലക്ഷ്യം. ഇതുപ്രകാരം കടലിന്റെ അടിത്തട്ടിൽ 3000 മുതൽ 6000 മീറ്ററിലധികം ആഴമുള്ള ഭാഗങ്ങളിൽ അത്യന്താധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എണ്ണയും വാതകവും അമൂല്യ ധാതുസമ്പത്തുക്കളും തിരയാൻ ആരംഭിച്ചു. പ്രതിവർഷം കടലിൽ കുഴിക്കുന്ന പര്യവേഷണ കിണറുകളുടെ എണ്ണം 30-ൽ നിന്നും 100 ഉയർത്തി. പര്യവേഷണ കിണറുകൾ കുഴിക്കുന്ന പദ്ധതി വിജയിച്ചാലും പരാജയപ്പെട്ടാലും കോടികളുടെ ചെലവുണ്ടാകും. അതിനാലാണ് മുൻകാലങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു തണുപ്പൻ സമീപനം സ്വീകരിച്ചിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിക്കടിയിൽ രൂപപ്പെട്ട അവസാദ നിക്ഷേപങ്ങളാണ് പിന്നീട് പെട്രോളിയം ഉൽപ്പന്നങ്ങളായി മാറുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് 3.14 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് അവസാദ നിക്ഷേപം ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇതിൽ 22% വരുന്ന പ്രദേശത്ത് മാത്രമാണ് പൂർണ്ണതോതിലുള്ള പര്യവേഷണ പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ളത്. നിലവിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ONGC തുടങ്ങിയ പൊതുമേഖലാ കമ്പനികൾക്കൊപ്പം ഷെൽ, എക്സോൺ മൊബൈൽ തുടങ്ങിയ ആഗോള എണ്ണ ഭീമന്മാരുമായി ചേർന്നാണ് രാജ്യത്ത് എണ്ണ പര്യവേഷണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ദേശീയ സുരക്ഷ മുൻനിർത്തി നേവിയുടെ അധീനതയിലുള്ള ചില മേഖലകളും പരിസ്ഥിതി പ്രശ്നം മുൻനിർത്തി മറ്റു ചില സമുദ്ര മേഖലകളും നോ ഗോ ഏരിയ ആയി പ്രഖ്യാപിക്കുകയും അവിടെ പര്യവേഷണ പ്രവർത്തനങ്ങൾ വിലക്കുകയും ചെയ്തിരുന്നു. വൻതോതിൽ എണ്ണ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്ന വലിയൊരു ശതമാനം കടൽ തീരങ്ങളും ഈ നോ ഗോ പരിധിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നിയന്ത്രണങ്ങളിൽ വലിയ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ആൻഡമാൻ കടൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ഓഫ്ഷോർ മേഖലകളിൽ ഏകദേശം 98% നോ ഗോ പ്രദേശങ്ങളും, അതായത് ഏകദേശം 10 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം എണ്ണ കമ്പനികൾക്കായി തുറന്നു നൽകി. ഇത്തരത്തിൽ മിസൈൽ പരീക്ഷണങ്ങൾക്കുള്ള പ്രത്യേക കോറിഡോർ ആയതിനാൽ നോ ഗോ സോൺ ഏരിയയായി പ്രഖ്യാപിച്ചിരുന്ന ആൻഡമാനിലെ 4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് ഇപ്പോൾ ഈ വൻ മാജിക്ക് സംഭവിച്ചിരിക്കുന്നത്.
പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നതോടെ ആശങ്കകളും നീങ്ങി. അപ്പോൾ നയങ്ങളിൽ വരുത്തിയ ഭാവനാപൂർണമായ മാറ്റം ഒരു രാജ്യത്തിന്റെ തലവര മാറ്റുന്നതിൽ ഇതിൽ പരം മികച്ച ഉദാഹരണം വേറെയുണ്ടോ? എന്നാൽ ആൻഡമാൻ എണ്ണ പരിവേഷണത്തിൽ ചില ആശങ്കകളുമുണ്ട്. പ്രധാനമായും പ്രകൃതി തന്നെയാണ് ഇവിടെ വില്ലൻ. ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ ഉൾപ്പെടുന്ന പ്രദേശവും എപ്പോഴും ചുഴലിക്കാറ്റ് ഭീഷണിയിലാണ്. വർഷത്തിൽ പല മാസങ്ങളിലും മോശം കാലാവസ്ഥ കാരണം കടലിലെ ഡ്രില്ലിംഗ് ജോലികൾ പൂർണ്ണമായി നിർത്തിവെക്കേണ്ടിയും വന്നു. ഭൂകമ്പ സാധ്യതയുള്ള മേഖലയായതിനാൽ ആ ഭീഷണിയും അവഗണിക്കാനാകില്ല. അപൂർവമായ പവിഴപ്പുറ്റുകളും സമുദ്രജീവികളും ഉൾപ്പെടുന്ന മേഖലയായതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ട്. ആൻഡമാൻ മേഖലയിലെ ഭൂരിഭാഗം നിക്ഷേപങ്ങളും കിലോമീറ്ററുകളോളം ആഴമുള്ള കടലിനടിയിലാണ്. ഇത്രയും ആഴത്തിൽ ഡ്രില്ലിംഗ് നടത്താൻ സങ്കീർണമായ സാങ്കേതിക വിദ്യയും പ്രത്യേക കപ്പലുകളും ആവശ്യമാണ്. മുംബൈ ഹൈ പോലുള്ള ബേസിനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആൻഡമാൻ ദ്വീപുകൾ ഇന്ത്യൻ പ്രധാന ഭൂഭാഗത്തു നിന്നും വളരെ അകലെയാണ്. അതിനാൽ തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്യാസ് ശുദ്ധീകരിക്കാനോ പൈപ്പ് ലൈൻ വഴി എത്തിക്കാനോ ഉള്ള അടിസ്ഥാന സൗകര്യം നിലവിൽ ആൻഡമാനിൽ ഇല്ല. ഇവ നിർമ്മിച്ചെടുക്കാൻ വലിയ സമയവും അധ്വാനവും മുതൽമുടക്കും ആവശ്യമുണ്ട്. മുൻകാലങ്ങളിൽ ആൻഡമാൻ എന്നത് വിനോദസഞ്ചാര സാധ്യതയുള്ള ഒരു ഇടം എന്ന നിലയിലാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ ആ പ്രദേശം വരും കാലം നമ്മുടെ രാജ്യത്തിന്റെ നിധികുംഭമായി മാറുമെന്നതിൽ തർക്കമില്ല. ആൻഡമാൻ മേഖലയിൽ നിന്ന് ഭാവിയിൽ രാജ്യത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക നേട്ടമാണ് പ്രവചിക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും ചൂഷണം ആരംഭിക്കുന്നതോടെ നിലവിൽ ഊർജ്ജ ഇറക്കുമതിക്കായുള്ള ചെലവിൽ ഗണ്യമായ തുക ലാഭിക്കാനാകും. 72,000 കോടി രൂപ മുതൽ മുടക്കിൽ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അന്താരാഷ്ട്ര ചരക്ക് കടത്തിൽ പ്രതിവർഷം 1,650 കോടി രൂപയുടെ ലാഭം രാജ്യത്തിന് കിട്ടും. അതോടൊപ്പം ചരക്ക് കൈകാര്യം ചെയ്യുന്നതിലൂടെ വൻ വരുമാനവും ലഭിക്കും. ആൻഡമാന് ചുറ്റുമുള്ള കടൽപരിധിയിൽ അടങ്ങിയിരിക്കുന്ന ആഴക്കടൽ ധാതുക്കൾ, മത്സ്യസമ്പത്ത് എന്നിവയുടെ വിപണി മൂല്യം ലക്ഷക്കണക്കിന് കോടി രൂപയാണ്. വരും വർഷങ്ങളിൽ ലക്ഷറി എക്കോ ടൂറിസം പദ്ധതികൾ വികസിപ്പിക്കുന്നതോടെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളിൽ നിന്നും പ്രതിവർഷം വലിയ തുക വരുമാനമായി ലഭിക്കും. ചുരുക്കത്തിൽ ആൻഡമാനിലെ പ്രകൃതി വിഭവങ്ങളുടെയും തുറമുഖത്തിന്റെയും യഥാർത്ഥ മൂല്യം പുറത്തെടുക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വൻ ജാക്ക്പോട്ട് ആയിരിക്കും.